കൂട്ടുകാരെ ദാ നോക്കിയേ, ഇതിൽ നമ്മുടെ 4 പേരുടെയും ഫോട്ടോ ഉണ്ട്. അല്ല, ഇത് പ്രൊഫസർ ജാക്സന്റെ ബുക്കല്ലേ? ഫസ്റ്റ് വേൾഡ് ടൂർ. അപ്പൊ നമ്മൾ 4 പേരും ഫസ്റ്റ് വേൾഡ് ടൂറിന് പോയായിരുന്നോ? എടാ കഴുതേ, അത് നമ്മളല്ല, നമ്മുടെ പൂർവികരാ. അതിന്റെ താഴെ എന്താ എഴുതിയിരിക്കുന്നത്? എന്റെ ഏറ്റവും നല്ല 4 സുഹൃത്തുക്കൾ, ജോണി, പോണി, പോക്കറ്റ്, പിന്നെ ദങ്കാർ. നമ്മുടെ പൂർവികർ പ്രൊഫസർ ജാക്സന്റെ ഫ്രണ്ട്സ് ആണോ? ഇത് കൊള്ളാലോ, വാ നമുക്കിത് വായിച്ചു നോക്കാം. എങ്ങനെയാണ് അവർ ഇത്രയും വലിയ സയന്റിസ്റ്റിന്റെ കൂട്ടുകാരായെന്ന്. ഈ കൂട്ടുകെട്ടിന്റെ തുടക്കം ബാങ്ക് ഓഫ് ലണ്ടനിൽ വെച്ച് മോഷണം നടന്ന ആ കാലഘട്ടത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. സൂക്ഷിച്ച്, ഇവിടുത്തെ സുരക്ഷാ സന്നാഹങ്ങൾ വളരെ അപകടം പിടിച്ചതാണ്. അതിനെ കവർ ചെയ്തിരിക്കുന്ന ചില്ലനങ്ങിയാൽ സൈറൻ മുഴങ്ങും. എന്നാ പിന്നെ നമുക്ക് ചില്ലുപെട്ടി അടക്കം പൊക്കിയെടുത്താലോ? എടാ, ചില്ല് പെട്ടി എടുത്താ പിന്നെ അനങ്ങില്ലേ? വജ്രത്തിന്റെ അടുത്ത് എത്തിയിട്ട് നമ്മൾ വെറും കൈയോടെ പോയാൽ ശരിയാവില്ല. എന്തായാലും ബുദ്ധിമുട്ടിയേ പറ്റൂ.
അയ്യോ. അയ്യോ വജ്രം വജ്രം അയ്യോ. അയ്യോ. ദന്താർ, വെള്ളത്തിന്റെ പൈപ്പ്. പിടിക്ക്. ഇത് കൊള്ളാലോ. വലിയ ബുദ്ധിമാനാണല്ലോ ഈ സൈനികൻ. നമ്മൾ കുടുങ്ങി. എനിക്ക് ഈ മരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്റെ അമ്മച്ചി. ചാടിക്കോ. എനിക്ക് ചാടാൻ പറ്റില്ല. ജോണി വേഗം വാ. കൂട്ടുകാരെ, ഈ കുതിരവണ്ടി മോട്ടോർ സൈക്കിളിനേക്കാൾ വേഗത്തിൽ ഓടുകയില്ല. എന്നാ പിന്നെ അവർക്ക് സൈഡ് കൊടുക്ക്. അവര് മുമ്പോട്ട് കേറി പൊക്കോട്ടെ. എടാ മരക്കഴുതേ, അവന്മാര് നമ്മളെ പിടിക്കാനാ പുറകെ വരുന്നത്, അല്ലാതെ അവർക്ക് പോകാനല്ല.
കൂട്ടുകാരെ അവരിതാ പിന്നിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്തിനാ ഇവരിട്ടിങ്ങനെ ഓടിക്കുന്നേ? നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തായിരുന്നോ? നമ്മളാ വജ്രം എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പൂർവികരുടെ വജ്രമല്ലേ? നിങ്ങൾ മറന്നോ? ആ ലോഡ് കണ്ണിങ് ഇത് നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോവായിരുന്നു. ജോണി പറയുന്നത് ശരിയാണ്. നമ്മൾ നമ്മുടെ സാധനം തിരിച്ചു കൊണ്ടുപോവുകയാണ്. പക്ഷെ അത് നമ്മുടെ പുറകെ വരുന്ന അവന്മാർക്ക് അറിയില്ലല്ലോ. സംശയമുണ്ടോ? പോണി അവരിതാ അടുത്തെത്താറായി. ഞാൻ കുതിരവണ്ടിയുടെ നിയന്ത്രണം വിടാൻ പോവുകയാണ്. നിങ്ങൾ വേഗം ചാടിക്കോ. ഇതിപ്പോ നമ്മൾ എവിടെയാ വന്നിരിക്കുന്നേ? അയ്യോ രക്ഷിക്കണേ! എന്നെ രക്ഷിക്കണേ! സംശയമുണ്ടോ? അയ്യോ രക്ഷിക്കണേ! Don't make noise. Please help me, boys. ഞാൻ വിചാരിച്ചത് ഞങ്ങള് പക്ഷികൾക്ക് മാത്രമേ പറക്കാൻ കഴിയൂന്നാ. ദാ ഇവിടെ ഒരു മനുഷ്യനും പറക്കുന്നുണ്ടല്ലോ. അയാളെ പക്ഷിയുടെ കയ്യിൽ കുടുങ്ങിയെന്നാ തോന്നുന്നേ. വേഗം കയറ് കൊണ്ടൊരു കുരുക്കുണ്ടാക്കി ആ പക്ഷിയുടെ ദേഹത്തേക്ക് എറിയൂ. അയ്യോ ഇത് പക്ഷിയല്ല. താങ്ക് യു പിള്ളേരെ, നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. ഐ ആം ജാക്സൺ. ഓ അപ്പൊ അത് ജാക്കായിരിക്കും അല്ലേ? അങ്ങനെയൊന്നും അല്ല ബ്രദർ, അത് പന്നാലാൽജി, മൈ ഫാദർ. അടികൈ. അഥവാ സാറ് ജാക്സൺ ആണെങ്കിൽ സാറിന്റെ അച്ഛന്റെ പേര് ജാക്ക് എന്നായിരുന്നില്ലേ ഇടേണ്ടിയിരുന്നത്? ഓ ഏയ് അല്ലല്ല, എന്റെ പേര് ജാക്സൺ എന്നാണ്. ജാക്സൺ സാറേ, താങ്കൾ നന്നായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ. ഞാൻ ഇന്ത്യൻ തന്നെയാ, ജയ് കിഷൻ ഖന്ന. ലണ്ടനിൽ വന്നതിന് ശേഷം പേര് മാറ്റി ജാക്സൺ എന്നാക്കി. അടികൈ. പക്ഷെ ഇത് ഏതാ സ്ഥലം? പിന്നെ താങ്കൾ ആരാണ്? ഐ എം പ്രൊഫസർ, സയന്റിസ്റ്റ്, മാത്തമാറ്റീഷ്യൻ ആൻഡ് ഇൻവെന്റർ. ഇൻവെന്ററോ? അപ്പൊ സാർ എന്താ ഇൻവെന്റ് ചെയ്തിരിക്കുന്നേ? അതായത് സത്യത്തിൽ സാർ എങ്ങനെയാ പറഞ്ഞത്? ഇതെന്താ ഈ സാധനം? അതായത് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ കണ്ടിട്ടില്ലേ? ഞാൻ ആകാശത്തൂടെ പറക്കുന്ന കപ്പലുണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്. പറക്കുന്ന കപ്പലോ? പറക്കുന്ന കപ്പലോ? യെസ്, എ ഫ്ലൈയിങ് ഷിപ്പ്. അതിരിക്കട്ടെ, നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് വജ്രം മോഷ്ടിക്കാൻ. മോഷണമല്ല, ജോലി 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 അന്വേഷിച്ച് ഞങ്ങൾ ഇന്ത്യയിൽ നിന്നും ഇവിടേക്ക് വന്നതാ. അതെ, ഈ ദന്താർ കുക്കാണ്. ഞാൻ പോക്കറ്റ് ബട്ട്ലർ, ജോണി ഗാർഡനർ ആണ്. പിന്നെ ദാ ഇവൻ പോണി. ഞാൻ ബോഡി ഗാർഡാണ്. കൊള്ളാലോ, വാട്ട് എ കോഇൻസിഡൻസ്. എനിക്ക് ഇവയെല്ലാം ആവശ്യമുള്ളതാണ്. അടികൈ. ആഹാ, അത് കൊള്ളാം. ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി ജോലി ചെയ്യാം. അതിന് പകരമായിട്ട് കിടക്കാൻ സ്ഥലവും കഴിക്കാൻ ഭക്ഷണവും തന്നാ മതി. ലെറ്റ്സ് ഹാവ് ഫൺ. ദിസ് ഡീൽ ഈസ് ഡൺ. അടികൈ.
നിങ്ങളെ റൂം കണ്ടോ? അവിടെ ഉറങ്ങിക്കോ, എന്നിട്ട് രാവിലെ ജോലി തുടങ്ങിക്കോ. ഓക്കെ ബോഡി ഗാർഡ് പോണി, നമ്മൾ രാവിലെ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് പോകും. ഓക്കെ അവിടെ എപ്പോഴും എനിക്ക് ബോഡി ഗാർഡ്സിന്റെ സഹായം ആവശ്യമുണ്ടെന്ന് തോന്നാറുണ്ട്. Okay, sir. ഇന്ത്യയിൽ നിന്ന് ആ വജ്രം മോഷ്ടിച്ചത് ഈ ഞാനാണ്. എന്നിട്ട് ആ വജ്രം നമ്മുടെ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയെന്നോ? വിശ്വസിക്കാനാവുന്നില്ല. നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്? ബാങ്ക് ഓഫ് ലണ്ടനിൽ മോഷണം നടന്നിരിക്കുകയാണ്. ഇനി ആ കള്ളൻ ആരാണെന്ന് വൈകാതെ തന്നെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തണം. ആ കള്ളൻ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന വജ്രം മാത്രമാണ് മോഷ്ടിച്ചത്. അവൻ തീർച്ചയായിട്ടും ഒരു ഇന്ത്യക്കാരനായിരിക്കും. നിങ്ങൾക്ക് അവനെ പിടിക്കാൻ പറ്റില്ല. അതെന്താ അത്? അവൻ 4 മണിക്കൂർ മുമ്പേ തന്നെ പാരീസിൽ പോകേണ്ട ഷിപ്പിൽ കയറിയിരുന്നിട്ടുണ്ടാവും. അവൻ അവിടുന്ന് നേരെ ഒരു ട്രെയിൻ പിടിച്ച് ടർക്കിക്ക് വിട്ടു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് ഇന്ത്യയിലെത്താൻ കഴിയും. അത് ശരി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നിനക്കറിയാം? അതറിയില്ല, ഇതെല്ലാം എന്റെ കാൽക്കുലേഷനിലാണ് പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയാൻ കഴിയും? കാരണം ഞാനൊരു മാത്തമാറ്റീഷ്യനാണ്. മാത്രമല്ല എന്റെ കാൽക്കുലേഷന്റെ റിസൾട്ടും ഇതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ മാത്തമാറ്റീഷ്യൻ, ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വേറെ എന്തെങ്കിലും കാൽക്കുലേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടോ? എന്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് അഥവാ ആരെങ്കിലും ഭൂമി മുഴുവനായി കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 5 മാസം കൊണ്ട് വേൾഡ് ടൂർ പൂർത്തിയാക്കി ഇവിടെ തിരിച്ചെത്താൻ കഴിയും. ഷർട്ട് ഈസ് വെരി ടൈറ്റ്. മൈ കാൽക്കുലേഷൻ ഈസ് റൈറ്റ്. ഓ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് തെളിയിച്ച് കാണിക്കാമോ? തീർച്ചയായും ചെയ്യാൻ സാധിക്കും. പക്ഷെ എന്റെ കയ്യിൽ ഒട്ടും സമയമില്ല. ഞാൻ അന്തരീക്ഷത്തിൽ പറക്കുന്ന ഒരു കപ്പൽ ഉണ്ടാക്കുകയാണ്. പറക്കുന്ന കപ്പലോ? അതിനുവേണ്ടിയുള്ള അനുമതി ചോദിക്കാൻ വന്നതാ. നടക്കുന്ന കാര്യമല്ല. ശരി, അതിനുള്ള അനുമതി ഞാൻ നിനക്ക് തരാം. പക്ഷേ ഞങ്ങളുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 5 മാസം കൊണ്ട് വേൾഡ് ടൂർ പൂർത്തിയാക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 10 ലക്ഷം പൗണ്ട് പാരിതോഷികമായി നൽകാം. പക്ഷേ നിങ്ങളെ കൊണ്ട് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി മാത്രമല്ല ഈ ലണ്ടൻ തന്നെ വിട്ടു പോകേണ്ടി വരും. അതും എന്നേക്കുമായി. ഇനി പറയൂ, നിങ്ങൾക്ക് ഈ കണ്ടീഷനൊക്കെ സമ്മതമാണോ? ഇദ്ദേഹത്തിന് നിങ്ങളുടെ കണ്ടീഷൻ ഓക്കെയാണ്. അല്ല, എനിക്ക് സമ്മതമല്ല. എന്റെ കയ്യിൽ സമയവും ഇല്ല. നീ ഒരു പേടിത്തൊണ്ടനാണ്. നിന്റെ BP ഹൈ ആണ്. മിസ്റ്റർ ജാക്സൺ പേടിത്തൊണ്ടനല്ല. ഇത്ര നിസ്സാര കാര്യത്തിന് അദ്ദേഹത്തിന്റെ BP ഹൈ ആവില്ല. അതെ, ഇദ്ദേഹം വിചാരിച്ചാൽ 3 മാസം കൊണ്ട് ഈ ലോകം ചുറ്റി തിരിച്ചു വരാൻ സാധിക്കും. അതെ, തീർച്ചയായും. ഇദ്ദേഹത്തിന് നിങ്ങളുടെ കണ്ടീഷൻ ഓക്കെയാണ്. അതെ, എനിക്ക് ഓക്കെയാണ്. അല്ല, എന്തോന്ന്? ഇനി പറയുന്നത് വ്യക്തമായി കേട്ടോളൂ. 3 മാസം കൊണ്ട് നിങ്ങൾ വേൾഡ് ടൂർ പൂർത്തിയാക്കി കൃത്യം 12 മണിക്ക് ഇതാ ഇവിടെ എത്തിച്ചേരണം. അഥവാ നിങ്ങൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ ലണ്ടൻ വിട്ട് പോകേണ്ടി വരും. BP ഹൈ ആണ്. I don't have a tie. Now my BP is high. വരൂ സാർ, ഈ വേൾഡ് ടൂർ ചലഞ്ചിന് വേണ്ടി നാളത്തെ കപ്പലിൽ തന്നെ കേറേണ്ടി വരും. സാർ, സത്യത്തിൽ ഈ നിബന്ധനയുടെ എന്താവശ്യമാണ് ഉണ്ടായിരുന്നത്? ജാക്സൺ നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണത്തിന്റെ വാർത്ത രാജ്ഞിയുടെ കാതുകളിൽ വരെ എത്തിയിരിക്കുകയാണ് പ്രൊഫസർ. നമ്മുടെ കസേര ഇപ്പോൾ അപകടത്തിലാണ്. ആ ജാക്സനെ ഈ ലണ്ടനിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അഥവാ അയാൾ ഈ വെല്ലുവിളിയിൽ വിജയിച്ച് തിരിച്ചു വന്നാലോ? അതൊരിക്കലും നടക്കില്ല. പാരീസിലെ നമ്മുടെ കൂട്ടുകാരൻ മോണ്ടി ഒരു കാരണവശാലും അവനെ അവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല. My friends, this journey is going to be funny and cute. London to Paris, Paris to Turkey, Turkey to India, India to Japan, Japan to San Francisco, and San Francisco to London. ഇതാണ് നമ്മുടെ വേൾഡ് ടൂറിന്റെ റൂട്ട്.
ഇതാണ് എന്റെ സ്വന്തം സിറ്റി. വാട്ട് എ ബ്യൂട്ടിഫുൾ സിറ്റി. അടികൈ. വൈകുന്നേരം വരെ കറക്കാം. വിവരമനുസരിച്ച് നമുക്ക് വൈകിട്ട് 4 മണിക്ക് ട്രെയിൻ കയറേണ്ടി വരും. പക്ഷേ പോണി, നമ്മൾ എന്തിനാണ് ഈ വേൾഡ് ടൂറിലേക്ക് പോകുന്നത്? ലണ്ടൻ വിട്ടുപോകാൻ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. നമ്മൾ ജാക്സണോടൊപ്പമാണ്. അതുകൊണ്ട് ആരും നമ്മളെ സംശയിക്കില്ല. കൂടാതെ വേൾഡ് ടൂറിന്റെ കാര്യവും പറഞ്ഞ് നമുക്ക് നാട്ടിലെത്തുകയും ചെയ്യാം. എന്തായാലും നമ്മൾ ലണ്ടന് പുറത്ത് കടന്നത് നന്നായി. ഇനി നമ്മളെ ആരും സംശയിക്കില്ല. ആ ഈ ഞാനാണ് മോണ്ടി. എന്റെ സ്വന്തം നാട് ഊട്ടി. അടിച്ചു മാറ്റും പേട്ടി. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജാങ്കോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവർ ഈ നഗരം വിട്ട് ഒരു കാരണവശാലും പുറത്തു പോകാൻ പാടില്ല. ഈ ഞാനാണ് മോണ്ടി. എന്റെ സ്വന്തം നാടാണ് ഊട്ടി. മനസ്സാണെങ്കിൽ കുട്ടി. ഏത് സ്കൂളിലെ കുട്ടിയാ? അതെന്താ എന്നെ കണ്ടിട്ട് കുട്ടിയായിട്ടാണോ തോന്നുന്നത്? സത്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ബാഗും തന്ന് കൊടയും ചോടിച്ച് സ്കൂളിൽ വിടാൻ തോന്നുന്നുണ്ട്. ഞാൻ കുട്ടിയാണോ കുട്ടിക്കൊരങ്ങനാണോ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവും. അറ്റാക്ക്! ഇവനെ ഞാൻ ദാ ഇത് കൊണ്ടടിക്കും. അയ്യോ പൊള്ളിപ്പോയി. മോണ്ടിക്ക് ദാ പണി കിട്ടി. പൊള്ളിയ കൈ പൊട്ടി. നമുക്ക് അതിൽ കയറി ഇവിടെ നിന്ന് രക്ഷപ്പെടാം. കുട്ടികളെ, കാറ്റ് പോകുന്നത് ശരിയായ ദിശയിലാണ്. നമുക്ക് അതിൽ കയറിയാൽ ടർക്കിയിലെത്താൻ പറ്റും. See the dust? We are going first. റൈമിംഗ് ഡയലോഗ്സ് ഒക്കെ പിന്നെ ആവാം. ആദ്യം നമുക്ക് വേഗം പോവാം. അല്ല, അവർ നമ്മളെ താഴേക്ക് വലിക്കുകയാണല്ലോ. അവന് വേഗം മുകളിലിട്ട് വലിച്ചെടുക്ക്, അല്ലെങ്കിൽ അവിടെ ഇവിടെ തട്ടിമുട്ടിയും അവന്റെ പാർട്സ് ഒക്കെ പൊട്ടിപ്പോവും. അതിന് ഇവനെ ഇവിടെ കൊണ്ടുപോകാനല്ല, ഇവനെ ഇവിടെ വിട്ടിട്ട് പോണം. ദാ ഞാനിപ്പോ വരാം. അയ്യോ, പോണിത് താഴെ വീണു. നീ പേടിക്കണ്ട പോണി, നിന്നെ ബലൂണിന്റെ അടുത്തേക്ക് ഞാൻ ഇപ്പൊ എത്തിക്കാം. സോറി പോണി, ഇനി ഇവിടുന്ന് നേരെ നീ സ്വന്തമായിട്ട് അതിലേക്ക് ചാടേണ്ടി വരും. നമ്മൾ ടർക്കിയിലെത്തി. ആ കാണുന്നതാണ് സുൽത്താന്റെ കൊട്ടാരം. പോണി, വേഗം ബലൂൺ താഴെ ഇറക്ക്. ആരോ പടക്കം പൊട്ടിക്കുന്നുണ്ടല്ലോ. ഇന്ന് ദീപാവലിയാണോ? കഴുതേ, ഫെബ്രുവരിയിൽ എവിടെയാണ് ദീപാവലി? ഇത് വെടിയുണ്ടയുടെ ശബ്ദമാണ്. പോണി, താഴേക്ക് പതുക്കെ കിടക്ക്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ വെടിയുണ്ടകൾ ബലൂണിൽ കൊണ്ടു. അയ്യോ, നമ്മൾ താഴേക്ക് വീഴുകയാണോ?
ഹോയ് ഹോയ് ഹോയ്, ഞാൻ ലണ്ടനിലായിരുന്നപ്പോൾ മോഷണം പോയ വജ്രമല്ലേ ഇതാ? അല്ല സുൽത്താൻ, ഇതാ വജ്രം അല്ല. അപ്പൊ നമ്മൾ ലണ്ടൻ ബാങ്കിൽ നിന്ന് കൊണ്ടുവന്ന ആ വജ്രം മാറിപ്പോയതാണ്. നീ ഇത്രക്ക് വലിയ മണ്ടനായി പോയല്ലോടാ. നിന്റെ വരും തലമുറകള് മരമണ്ടന്മാരായിരിക്കും. സംശയമുണ്ടോ? ഹോയ് ഹോയ്, ഞങ്ങളുടെ മ്യൂസിയത്തിനകത്ത് വെക്കാൻ ഞങ്ങൾക്ക് ആ വജ്രം വേണം. പക്ഷെ അങ്ങ് ആരാണ്? ഹോയ് ഹോയ് ഹോയ്, ഞാൻ സൻസനി ഭോജനമില്ലാത്ത ഖാനാണ്. ഈ രാജ്യത്തിന്റെ രാജാവ് ഞാൻ തന്നെയാണ്. ഒരു സുൽത്താനായിട്ട് പോലും ഭോജനം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലേ? സുൽത്താന്റെ അടുത്ത് കഴിക്കാൻ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കുക്കുകളൊക്കെ കാണുമല്ലോ. എനിക്ക് ആ വജ്രം കിട്ടിയേ മതിയാകൂ. ഏത് വജ്രം? ആ, വജ്രം വജ്രം ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഫയൽമാൻ വജ്രകുമാർ. ഇദ്ദേഹത്തിന് പുരാവസ്തുക്കൾ ശേഖരിക്കുന്ന ഒരു ശീലമുണ്ട്. അതിനാണ് വജ്രം, അല്ലേ? താങ്കൾ ഉദ്ദേശിച്ചത് അതല്ലേ? വജ്രകുമാർ അല്ലേ? അതെ, ഞാൻ സുൽത്താൻ സഞ്ജനി ഭോജനമില്ലാത്ത ഖാനാണ്. ഈ മഹാരാജ്യത്തിന്റെ രാജാവും ഞാൻ തന്നെയാണ്. സുൽത്താനെ, ദേ ഈ ഡോല് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഞാനിത് ചെറുതായിട്ടൊന്ന് കൊട്ടി നോക്കിക്കോട്ടെ. അയ്യോ വേണ്ട, അത് കിക്കിലി മഹാരാജാവിന്റെ കുംഭകർണ മഹാരാജാവിന്റെ 200 വർഷം പഴക്കമുള്ള ഡോളാണ്. എങ്കിൽ ഞങ്ങളെ വെറുതെ വിട്, അല്ലെങ്കിൽ ഡോൾ ഞങ്ങൾ പപ്പടമാക്കി കളയും. വേണ്ട വേണ്ട വേണ്ട, ഒന്നും ചെയ്യല്ലേ, അതിനെ ഒന്നും ചെയ്യല്ലേ. ഞാൻ പറയുന്ന കേക്ക്. സൈനികരെ, ഇവരെ വിട്ടേക്ക്. ആരും തന്നെ ഇവരെ തടയരുത്. ഞാൻ ഇവിടുത്തെ സുൽത്താൻ സഞ്ജനി ഭോജനമില്ലാത്ത ഖാനാണ്. എല്ലാരും തന്നെ എന്നെ ഞാൻ പറയുന്നത് അനുസരിക്കേണ്ടതാണ്. താങ്ക് യു സുൽത്താൻ ജി. എല്ലാരും വേഗം വാ. അയ്യോ, നശിപ്പിച്ചല്ലോ. കിക്കിലി മഹാരാജാവിന്റെ കുംഭകർണ മഹാരാജാവിന്റെ ഡോളൊക്കെ നശിപ്പിച്ച് കളഞ്ഞല്ലോ. സോറി. ഹലോ, നിന്റെ പല വർഷം പഴക്കമുള്ള പരാജാനി നശിപ്പിച്ചോ? എന്റെ സുഹൃത്താറ്, നീ ആ കുന്തെടുത്ത് കള. കിങ് ലൂമറിന്റെ പഴയ ആഡംബര വിളക്കും നോ മോർ. എല്ലാവരെയും പിടിച്ചു കെട്ട. അയ്യോ വേണ്ട, അത് ഭാവി പറയുന്ന ഗ്ലോബാണ്. പിടിക്ക് പിടിക്ക്, വേഗം പിടിക്കതിനെ. ഓടിക്കോ. ഗ്ലോബ് രക്ഷപ്പെട്ടു, പക്ഷെ സുൽത്താൻ രക്ഷപ്പെട്ടില്ലല്ലോ. ജാക്സൺ സാർ, നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകും ഇനി? ഡോണ്ട് യൂസ് യുവർ ഇമാജിനേഷൻ. നമുക്ക് പോണം റെയിൽവേ സ്റ്റേഷൻ. മനുഷ്യത്വം എന്നതാണ് ഈ വർഷത്തെ ട്രെൻഡ്. താങ്ക് യു വെരി വെരി മച്ച് മൈ ഫ്രണ്ട്. വിശ്വസിക്കാനേ പറ്റുന്നില്ല. അധികം വൈകാതെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന്. ദന്താർ, ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ വളരെയധികം നന്നായിരുന്നു. ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുവരാം സാർ. ഞങ്ങൾക്കും കൂടെ ചേർത്ത് കൊണ്ടുവരണേ. ഓക്കെ സാർ. ഞാനെത്തി. ഐ ആം മോണ്ടി. എന്റെ നാടാണ് ഊട്ടി. ഇവരെ കൊടുക്കാനുള്ള വഴി എനിക്ക് കിട്ടി. ദന്താർ പാത്രം താഴെ ഇട്ടു. അവൻ അങ്ങനെ പാത്രം താഴെ ഇടാറില്ലല്ലോ. എന്തോ കുഴപ്പമുണ്ട്. വാ, നമുക്ക് പോയി നോക്കാം. ഈ മോണ്ടി ഉള്ളപ്പോൾ നിങ്ങൾക്കൊരിക്കലും ഒരു വെല്ലുവിളി ജയിക്കാൻ സാധിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. അവന് കുഴപ്പമൊന്നുമില്ല. മരക്കൊമ്പി കുടുങ്ങിയിരിക്കുക. ഞാൻ വിചാരിച്ച് തിരക്കുള്ളതുകൊണ്ട് ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടിപ്പോയതാണെന്ന്. കൂട്ടുകാരെ, പ്രശ്നങ്ങളൊന്നും തീരുന്നേ ഇല്ലല്ലോ. ഇനി ഒന്നും ഉണ്ടാവാൻ നോക്കണം. 2 ആഴ്ച കഴിയുമ്പോ നമ്മൾ എന്തായാലും നമ്മുടെ ഗ്രാമത്തിലെത്തും.
നോക്കി ജോണിയും പോണിയും പോക്കട്ടും തിന്താരെന്താ എത്തി. അവരിതായി എത്തി. നന്നായി ഏതായാലും. എന്റെ മക്കളെ ആ വജ്രം കൊണ്ടുവന്നോ? അതെ അപ്പൂപ്പ. എനിക്കറിയാമായിരുന്നു ഇവർ വെറും കൈയോട് കൂടി തിരിച്ചു വരില്ലാന്ന്. ഏത് വജ്രം? പോണി ആ വജ്രം എടുത്ത് കൊടുക്കേ. നമ്മൾ ലോകം ചുറ്റാനാണ് വന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് വജ്രമാണ് ഉള്ളത്? കൊള്ളാലോ, സാറ് നന്നായിട്ട് കവിത ചൊല്ലുന്നുണ്ടല്ലോ. കാട് കണ്ടു, ആൾക്കാരെ കണ്ടു. വിഷയം മാറ്റാൻ നോക്കട്ടെ പിള്ളേരെ. ഏത് വജ്രത്തിന്റെ കാര്യമായി ഇവർ ഈ പറയുന്നത്? ദാ ഈ വജ്രത്തിന്റെ കാര്യ. നമ്മുടെ പാരമ്പര്യ സ്വത്തായ വജ്രം തിരിച്ചു വന്നു. ഇനി ഗ്രാമത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. പഴയത്താണ് മാക്ലികൾ കരയുന്നത്. ഇത് അതേ വജ്രമല്ലേ മ്യൂസിയത്തിൽ നിന്ന് മോഷണം പോയത്? അയ്യോ അല്ലല്ല, ഇത് ഞങ്ങളുടെ ഗ്രാമത്തിലെ വജ്രമാണ്. ഇത് ലണ്ടനിൽ നിന്ന കൊള്ളക്കാരാണ് മോഷ്ടിച്ചോണ്ട് പോയത്. ജാക്സൺ സാർ നിൽക്ക, പറയുന്നൊന്ന് കേൾക്ക. സാർ ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക. ചായക്കടയിൽ കിട്ടും നല്ല ബോർഡാ. മാറി നിൽക്കേ, എനിക്കൊന്നും കേൾക്കണ്ട. സാർ പറയുന്ന കേൾക്ക്, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറയാം. എന്താ പറയാൻ പോകുന്നേ? നിങ്ങൾ നല്ലവരെ പോലെ അഭിനയിച്ചതാണെന്നോ? നിങ്ങൾ എന്നെ സഹായിക്കാൻ വേണ്ടി അല്ല വന്നത്. പകരം എന്റെ ഈ ട്രിപ്പിലൂടെ നിങ്ങൾക്ക് ഈ മോഷ്ടിച്ചെടുത്ത വജ്രം കൊണ്ട് ഗ്രാമത്തിലെത്തണമായിരുന്നു. ഇനി നിങ്ങളുടെ ആരുടെയും മുഖം പോലും എനിക്ക് കാണണ്ട. മനസ്സിലായോ? വഴിമാറ്. അല്ല, അതെ കൂട്ടുകാരെ, ഇത് ഒട്ടും തന്നെ ശരിയായില്ല. അതെ. ജാക്സൺ സാർ ഒരു സത്യസന്ധനാണ്. അദ്ദേഹത്തിന് ഈ വെല്ലുവിളി ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയില്ല. അഥവാ അദ്ദേഹം തോറ്റുപോയാൽ എന്നേക്കുമായി അദ്ദേഹത്തിന് ലണ്ടൻ വിട്ട് പോകേണ്ടി വരും. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എന്തുകൊണ്ട് സംഭവിക്കില്ല? കാരണം അങ്ങനെ ഒന്നും ഉണ്ടാവാൻ നമ്മൾ അനുവദിക്കില്ല. ജാക്സൺ സാറ് നമ്മളെ കൂട്ടുകാരായിട്ടാണ് കണ്ടത്. അദ്ദേഹം വിഷമിക്കാൻ കാരണം നമ്മളാണ്. കൂട്ടുകാരെ, നമ്മൾ ആത്മാർത്ഥത കാണിക്കാൻ സമയമായിരിക്കുന്നു. ഈ വെല്ലുവിളി ജയിക്കാൻ നമ്മൾ ജാക്സൺ സാറിനെ തീർച്ചയായും സഹായിക്കും. അതെ, പക്ഷെ നമ്മളെല്ലാരും മാസ്ക് വെച്ച് തന്നെ പോവേണ്ടി വരും. എന്തിനാ മുഖത്ത് മാസ്ക് വെക്കുന്നേ? അദ്ദേഹം പറഞ്ഞത് ഓർമ്മയില്ലേ, എനിക്ക് നിങ്ങളുടെ മുഖം പോലും കാണണ്ടെന്ന്. ഓ, ഇവന്റെ ഈ മണ്ടത്തരങ്ങൾ കേൾക്കുമ്പോ ഇവന്റെ വരും തലമുറകൾ മുഴുവൻ മണ്ടന്മാരായിരിക്കും എനിക്ക് തോന്നുന്നത്. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? അതെ, ഇതിപ്പോ രണ്ടാമത്തെ തവണയാ ഞാൻ പറയുന്നത്. പക്ഷെ ഇതിന് തീർച്ചയായിട്ടും റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. സംശയമുണ്ടോ? വെറുതെ സമയം കളയല്ലേ. ജാക്സൺ സാറിന് നമ്മുടെ സഹായം ഇപ്പൊ ആവശ്യമാണ്. സാറ് ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ ന്യൂയോർക്കിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ഷിപ്പിൽ കയറും. വേഗം വാ. ദാ ഇതാണ് ആ വജ്രം. നിങ്ങൾ തമ്മിലുള്ള കണ്ടീഷൻ അനുസരിച്ചുള്ള ദിവസം പൂർത്തിയാകുന്നവരെ താൻ ഇവിടെ തന്നെ ഉണ്ടാവും. സ്കൂൾ ടെക്സ്റ്റ് a lot of fee. You can't do this to me. ഇനി നിനക്കൊന്നും ചെയ്യാനാവില്ല. ഇപ്പൊ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും അടുത്തില്ല. എന്നാര് പറഞ്ഞു? ഞങ്ങൾ ഇതാ എത്തിപ്പോയി. നിങ്ങൾ എന്റെ കൂട്ടുകാരല്ല. പൊയ്ക്കോ ഇവിടുന്ന്. താങ്കൾ ഈ വെല്ലുവിളി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ വരില്ല. ഇപ്രാവശ്യം എന്തായാലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ വെല്ലുവിളിയിൽ വിജയിക്കാനുമാവില്ല. എന്റെ പേരാണ് മോണ്ടി. എന്റെ സ്വന്തം നാടാണ് ഊട്ടി. നിങ്ങൾക്ക് പണി കിട്ടി.
താങ്ക് യു മൈ ഫ്രണ്ട്സ്. ഞാൻ നിങ്ങളുടെ സൗഹൃദത്തിൽ സംശയിച്ചു. അതിന്റെ പേരിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. സത്യത്തിൽ ക്ഷമ ചോദിക്കേണ്ട ഞങ്ങളല്ലേ? ഞങ്ങൾ സാറിനോട് കള്ളം പറയാൻ പാടില്ലായിരുന്നു. സാർ ഇപ്പോൾ 12 ദിവസമേ ആയിട്ടുള്ളൂ. നമുക്ക് ന്യൂയോർക്കിൽ പോയി അവിടെ നിന്നും ഷിപ്പ് പിടിക്കണം. നമുക്ക് വേഗം പുറപ്പെടണം സർ. വേഗം ആവട്ടെ. റൺ ജാക്സൺ റൺ ഫാസ്റ്റർ. ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി ഷിപ്പ് നിർത്തിയിട്ടിരിക്കുകയാണ്. ഈ ഷിപ്പിലേക്ക് സ്വാഗതം ജാക്സൺ സാർ. താങ്ക് യു. ജാക്സൺ സാർ, 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. നാളെ നമ്മൾ ലണ്ടനിൽ തിരിച്ചെത്തുന്നതാണ്. അതെ, നാളെ നമ്മൾ വെല്ലുവിളിയിൽ വിജയിക്കും. അതെ, ഇനിയിപ്പോ ഏതായാലും ഈ നടുക്കടലില് നമ്മളെ ആരും തടയാൻ വേണ്ടി വരില്ലല്ലോ. ആ? നേരം രാത്രിയാവുന്നതിന് മുമ്പ് ഏത് മണ്ടന ഇവിടെ തീ കൂട്ടിയത്? എല്ലാവരും അലർട്ടായിട്ടിരിക്കെ. സ്പൈറൈറ്റ്സ് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന് ഇവിടെ കാണുന്നില്ലല്ലോ. മാത്രമല്ല പാരറ്റ്സിന് ഇത്രയും വലിയ തീപ്പന്തൊക്കെ എടുത്ത് എറിയാൻ കഴിയോ? പോപ്പട്ടെ, നീ ഒന്ന് എടുത്ത് കാണിച്ചേ. നീ ഇത്രയും വലിയ മണ്ടനായതുകൊണ്ട് നിന്റെ തലമുറകളും മര മണ്ടന്മാരായിരിക്കും. സംശയമുണ്ടോ? ഇതിപ്പോ ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്. പക്ഷേ എനിക്കറിയാം ഇതിന് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. എടാ പൊട്ട, പാരറ്റ്സ് അല്ല പൈറൈറ്റ്സ്, അതായത് കടൽ കൊള്ളക്കാർ. കൂട്ടാളികളെ, ഈ കപ്പൽ വേഗം കൊള്ളയടിക്കേ. അവരെ കപ്പലാകെ നശിപ്പിച്ചു കളഞ്ഞു. നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല ജാക്സൺ സാർ. ഐ ആം സോറി. അപ്പൊ ഞാനെങ്ങനെ ലണ്ടനിലെത്തും? പറന്നെങ്ങനെ പോകാനാ? അല്ല, നിങ്ങളാരാ? ഞങ്ങൾ ബ്രൈറ്റ്സ് ആണ്. എന്നിട്ട് നിങ്ങൾ തിളങ്ങുന്നത് പോയിട്ടൊന്നും മിന്നുന്നതായിട്ട് പോലും കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇവര് ലണ്ടനിലെ ഡോണുകളാണെന്നാ. അയ്യോ, ബ്രൈറ്റ്സ് എന്നത് ഞങ്ങളുടെ സർനെയിമാണ്. ഞങ്ങൾ ബ്രൈറ്റ് ബ്രദേഴ്സ് ആണ്. പക്ഷെ ഞങ്ങൾ പറക്കം കപ്പലിന്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കടലാസിൽ ഇരുന്നുകൊണ്ട് നമ്മള് ലണ്ടൻ വരെ എങ്ങനെ പറന്നു പോവാനാ? അയ്യോ, കടലാസിൽ ഇരുന്നുകൊണ്ടല്ല പോവേണ്ടത്. നമുക്ക് ഈ പറക്കം കപ്പൽ ഉണ്ടാക്കേണ്ടി വരും. ജാക്സൺ സാർ, ഞങ്ങൾക്കറിയാം സാറ് ഫ്ലൈയിങ് മെഷീനിൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ സാറിന്റെ ഫാൻസ് ആയത്. അതിനിപ്പോ ഒരു ദിവസം കൊണ്ട് പറക്കം കപ്പൽ എങ്ങനെ ഉണ്ടാക്കാനാണ്? അതെ, അത് മാത്രമല്ല, അത് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരും? താങ്ക് യു ബ്രൈറ്റ് ബ്രദേഴ്സ്. പക്ഷെ എന്റെ സ്വപ്നം ഇനി ആർക്കും സാക്ഷാത്കരിക്കാൻ കഴിയില്ല. ഒരു മിനിറ്റ് ജാക്സൺ സാർ. ഈ കപ്പൽ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പൊളിച്ചോളൂ. ലോകത്തിന്റെ റോൾസ് ഉണ്ട്, ഫാൻ ഉണ്ട്, ടയർ ഉണ്ട്, പിന്നെ സഹായിക്കാൻ ഞങ്ങളുണ്ടല്ലോ. എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കപ്പല് പൊളിക്കുമോ? എനിത്തിങ് ഫോർ യു സാർ. അടിച്ചു പൊളിച്ചു തിമിർത്തു. നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യൂ, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യൂ. ഇനി നമുക്ക് തുടങ്ങാം.
വി ആർ റെഡി. തുടങ്ങാൻ ജാക്സൺ സർ. കണ്ടോ, അതൊരു ഫ്ലൈ മെഷീൻ ആണ്. അദ്ദേഹം കണ്ടുപിടിച്ചു. പ്ലെയിനിന്റെ ഫാൻ നിന്നുപോയി. അത് കുഴപ്പമൊന്നുമില്ല, ഇവിടെ അങ്ങനെ അത്ര വലിയ ചൂടൊന്നും ഇല്ലല്ലോ. എടാ പമ്പര വിട്ടി, പ്ലെയിനിന്റെ ഫാനാണ് നിന്നുപോയത്. അതായത് പ്ലെയിൻ താഴെ വീഴുമെന്ന്. ഞാൻ പെടൽ ചവിട്ടാം. എന്റെ BP ഹൈ ആണ്. സ്റ്റോപ്പ് ദം. വേഗം അവരെ തടയാ. വെല്ലുവിളിയിൽ വിജയിക്കാൻ ഇനി 5 മിനിറ്റ് ബാക്കിയുണ്ട്. നമുക്ക് ഏറ്റുമുട്ടി ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജാക്സൺ സർ, അകത്തേക്ക് പൊക്കോളൂ. ഇവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. തടഞ്ഞു നിർത്ത്. വേഗം ആരെങ്കിലും അവനെ തടഞ്ഞു നിർത്താൻ. അയ്യോ, ഞാനിതാ എത്തിയിരിക്കുന്നു. ഞാൻ വെല്ലുവിളിയിൽ വിജയിച്ചിരിക്കുകയാണ്. താങ്ക് യു കൂട്ടുകാരെ, നിങ്ങൾ എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വെല്ലുവിളിയിൽ വിജയിച്ചത്. ജാക്സൺ സാർ. ആഹാ, അടിപൊളി സ്റ്റോറി ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ പൂർവികർ അവരുടെ സ്നേഹബന്ധം നിലനിർത്തി. സംശയമുണ്ടോ? അതെ, വാക്ക് കൊടുത്തു, അതുപോലെ പാലിക്കുകയും ചെയ്തു. എടാ കഴുതേ, വാക്കെങ്ങനെ കൊടുക്കാൻ പറ്റുക? അത് പറയാൻ മാത്രല്ലേ പറ്റുള്ളൂ. എന്റെ മുതുമുത്തച്ഛൻ നിന്റെ മുതുമുത്തച്ഛനോട് പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. ഏത് കാര്യ? നീ ഒരു മരമണ്ടനാണെന്ന്. മിക്കവാറും നിന്റെ തലമുറകളും മരമണ്ടന്മാരായിരിക്കുമെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞത് ഇന്ന് ശരിയായി. സംശയമുണ്ടോ?